ഡിനോസേഴ്സ് എല്ലതും ഇടയ്ക്ക് ഇങ്ങനെ ക്യാമിയ റോൾ പോലെ ഇങ്ങനെ വന്നു പോയ ഒരു സിനിമയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്നത്. പേഴ്സണലി ഒരു രീതിയിലും ഇമോഷണലി കണക്റ്റഡ് ആവാത്ത ഒരു പടമാണ്. അത് മാത്രമല്ല ഈ ഒരു ഫ്രാഞ്ചൈസി തന്നെ വൺ ഓഫ് ദി വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി തന്നത്. അതേപോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഡിനോസർ ഇങ്ങനെ വന്ന് ഇങ്ങനെ വെച്ചിട്ട് കിടന്ന് കാറുമ്പം വരുന്ന ഒരു അയവ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമ ഒന്നും തന്നെ ഓഫർ ചെയ്യണില്ല. വെറുതെ ഒരു 2.5 മണിക്കൂർ പോയി ഉള്ള ഫീലാണ്. അതേപോലെ തന്നെ 3D, അയ്യോ എന്തിനാണ് 3D? ഇടയ്ക്ക് ഡിനോസർ ഇങ്ങനെ വന്ന് പോകണ കാണാൻ. ക്ലൈമാക്സിൽ പിന്നെയുണ്ട്. പിന്നെ ഇങ്ങനെ ഇരുട്ടത്തുനിന്ന് ഇങ്ങനെ വന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോക്കൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരും, ഇങ്ങനെ മിന്നായം പോലെ ഇങ്ങനെ വരും, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ജുറാസിക് പാർക്കാണ് കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ. ഇത് നമ്മൾ കാണുന്ന ജുമാഞ്ചി അല്ല, ജുറാസിക് പാർക്കാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിനോസർ ഇങ്ങനെ പോകും. ഇടയ്ക്കൊരു സാധനം ഇങ്ങനെ പറന്ന് വരും, ഇടയ്ക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നീച്ച് വരും, നമ്മളിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അതല്ലാതെ അങ്ങനെ വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ 3Dൻ്റെ ഒരു ഇതുമില്ല. 3D ഇങ്ങനെ കണ്ടിട്ട് മൊണ്ണാളം വരെ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2D ഈസിനം. 3D വെറുതെ ഒരു കാര്യമില്ല. കണ്ണട വെച്ച പൊട്ടന്മാരമാരി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ല. എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഒരു രീതിയിലും എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.